മഹാരാഷ്ട്രയിൽ ചെറിയ ദിവസങ്ങൾ കൊണ്ടാണ് ചില സുപ്രധാന തീരുമാനങ്ങൾ മാറി മറിയുന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും NDA സർക്കാർ രൂപീകരിച്ചാൽ ഏകനാഥ ഷിൻഡെ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് BJPയുടെ പ്രധാന നേതാക്കൾ ഷിൻഡെക്ക് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ പ്രതിമ തകർന്ന സംഭവത്തിന് ശേഷം RSS നേതൃത്വം BJPയുടെ ആ ബീഹാർ ശൈലിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അതായത് BJP ഉൾപ്പെട്ട സഖ്യം ഭരിക്കുമ്പോൾ ആ സംസ്ഥാനത്തെ പ്രാദേശിക പാർട്ടിയുടെ നേതാവിനെ മുഖ്യമന്ത്രിയാക്കിയ ശൈലിയാണ് ബീഹാറിൽ നടപ്പിലാക്കിയത്. ആ രീതി തന്നെ ഇത്തവണ മഹാരാഷ്ട്രയിലും ആവർത്തിക്കാമെന്ന ചില ഉറപ്പുകളാണ് ഏകനാഥ ഷിൻഡെക്ക് അമിത്ഷാ അടക്കമുള്ളവർ നൽകിയത്. പ്രതിമ തകർന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ പങ്കുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ഷിൻഡെയെ ഒറ്റപ്പെടുത്തുകയാണ് RSS. നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചുക്കാൻ ഏറ്റെടുത്തിരിക്കുകയാണ് RSS. അതായത് BJPയുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് സംഘ പരിവാർ പ്രതീതിയുടെ മേൽനോട്ടത്തിലായിരിക്കുമെന്നത് വ്യക്തമാണ്. ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനോടാണ് ഇപ്പോൾ RSS നേതൃത്വത്തിന് താല്പര്യമുള്ളത്. സംസ്ഥാനത്തെ തീരുമാനമെടുക്കുവാനുള്ള എല്ലാ അധികാരങ്ങളും ഫട്നാവിസിന് RSS നൽകിയിട്ടുമുണ്ട്. BJPയുടെ ഷിൻഡെയോടുള്ള സമീപനത്തിൽ ഫട്നാവിസും അല്പം അസ്വസ്ഥനാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ RSS നേതൃത്വം ഫട്നാവിസിൽ വിശ്വാസം അർപ്പിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമസഭയിലെ 288 സീറ്റുകളിൽ 150 മുതൽ 160 സീറ്റുകളിൽ BJP മത്സരിക്കാൻ സാധ്യതയുണ്ട്. ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിന് 70-80 സീറ്റുകൾ ലഭിച്ചേക്കും. അജിത് പവാർ ഗ്രൂപ്പിന് പരമാവധി ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ 50 ആണ്. ശേഷിക്കുന്ന 7-8 സീറ്റുകൾ ചെറു പാർട്ടികൾക്ക് വിഭജിച്ച് നൽകുകയും ചെയ്യും. ഈ സീറ്റ് വിഭജന ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയാൽ BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടാം. എന്നാൽ ഷിൻഡെക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകി സർക്കാരിനെ സ്ഥിരപ്പെടുത്താനുള്ള തന്ത്രമാണ് BJP കേന്ദ്ര നേതൃത്വം ആസൂത്രണം ചെയ്തത്. ഷിൻഡെ ഗ്രൂപ്പ് 50 സീറ്റുകളും നേടിയാൽ ഷിൻഡെയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തേക്കുമെന്നതാണ് BJP പറഞ്ഞത്. 2020 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDU തലവൻ നിതീഷ് കുമാറിന് BJP മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 74 സീറ്റുകളും JDUവിന് 43 സീറ്റും ലഭിച്ചു. ഇതൊക്കെയാണെങ്കിലും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഔദാര്യമാണ് അന്ന് BJP കാണിച്ചത്. മഹാരാഷ്ട്രയിൽ ഷിൻഡെയുടെ കാര്യത്തിലും അതേ ഔദാര്യം കാണിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം ഉണ്ടായിരുന്നത്. എന്നാൽ പ്രതിമ സംഭവത്തിന് ശേഷം ഷിൻഡെ അധികാരത്തിൽ തുടരുകയാണെങ്കിൽ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം എന്നുള്ള BJP പ്രവർത്തകരുടെ ചോദ്യം രൂക്ഷമായതോടെ BJP നേതൃത്വം അത് ഗൗരവമായി കാണണമെന്നും ആവശ്യം ഉയർന്നിട്ടുമുണ്ട്.